ധാരാളം നന്മകൾ നിറവേറ്റാൻ ഉതകുന്ന സുദീർഘമായ ഒരു കാലയളവാണ് റമദാനിന് തുടക്കത്തിൽ നാം കാണുക. സമയനിഷ്ഠ പാലിക്കാതിരുന്നാൽ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത, പെട്ടെന്ന് അവസാനിച്ചു പോയ ഒന്നായിട്ടാണ് റമദാനെ നമുക്ക് അനുഭവപ്പെടുക. മുന്നിൽ റമദാൻ എന്ന ലേഖനത്തിൻ്റെ തുടർച്ച, നോമ്പിൻ്റെ കാമ്പ് ലഭിക്കാൻ അബ്ദുസലാം നഹ്സനി കാമിൽ സക്കാഫി പഴമണ്ണൂർ എഴുതുന്നു. റമദാൻ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കുക. വിലമതിക്കാനാകാത്തതാണ് റമദാനിലെ സമയങ്ങൾ. അവ നഷ്ടപ്പെടാതിരിക്കാൻ നേരത്തെ തന്നെ പ്ലാൻ നടത്തേണ്ടത് അനിവാര്യമാണ്. നിസ്കാരത്തിന്, ഖുർആൻ പാരായണത്തിന്, ദിക്റുകൾക്ക്, ദുആ ചെയ്യുന്നതിന്, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക്, കുടുംബ കാര്യങ്ങൾക്ക്, വിശ്രമത്തിന്, ഓരോ കാര്യങ്ങൾക്കും അനുയോജ്യമായ സമയങ്ങൾ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക. ഭൗതിക ജീവിതത്തിലെ നിസാരമായ കാര്യങ്ങൾക്ക് പോലും കൃത്യവും ശക്തവുമായ പ്ലാൻ നടത്തുന്ന നമുക്ക് പാരത്രിക വിജയത്തിനാവശ്യമായ കാര്യങ്ങളിൽ അത്തരം ക്രമീകരണങ്ങൾ നടത്താൻ കഴിയാറുണ്ടോ? ധാരാളം നന്മകൾ നിറവേറ്റാൻ ഉതകുന്ന സുദീർഘമായ ഒരു കാലയളവാണ് റമദാനിനെ അതിൻ്റെ തുടക്കത്തിൽ നാം ദർശിക്കുന്നത്. എന്നാൽ സമയനിഷ്ഠ പാലിക്കാതിരുന്നാൽ യാതൊന്നും ചെയ്യാനോ നേടാനോ സാധിക്കാത്ത, പെട്ടെന്ന് അവസാനിച്ചു പോയ ഒന്നായിട്ടാണ് അതിൻ്റെ അന്ത്യത്തിൽ നമുക്ക് അനുഭവപ്പെടുക. 4. ദുആകളും ദിക്റുകളും ചിട്ടപ്പെടുത്തുക. അള്ളാഹുവിനോട് ചോദിച്ച് കരസ്ഥമാക്കേണ്ട ആവശ്യങ്ങൾ, അതിനാവശ്യമായ ദുആകൾ തയ്യാറാക്കി വെക്കുക. നമ്മുടെ ഏത് നല്ല ആവശ്യങ്ങൾക്കുമുള്ള പ്രാർത്ഥനകൾ ആയത്തുകളിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അവ മനസ്സിലാക്കാനും അർത്ഥമറിഞ്ഞ് ദുആ ചെയ്യാനും ശ്രമിക്കുകയും ചെയ്താൽ അതായിരിക്കും ഉചിതം. പാരത്രിക ലോകത്തെ നേട്ടങ്ങൾക്കും വിശ്വാസികളുടെ നന്മയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ ദുആകളിൽ കൂടുതൽ ഇടം പിടിക്കേണ്ടത്. അപ്രകാരം വിവിധ സന്ദർഭങ്ങളിൽ പതിവാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പല ദിക്റുകളുണ്ട്. അവ നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ശ്രമവും നടക്കേണ്ടതുണ്ട്. 5. റമദാനിന് പൊതുവെയും ചില സമയങ്ങൾക്ക് പ്രത്യേകിച്ചും ഉള്ള പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കുക. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരു ശഅബാൻ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണത്തിൽ പറഞ്ഞു: ഓ ജനങ്ങളെ, അനുഗ്രഹീതവും ഉന്നതവുമായൊരു മാസം ഇതാ നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയുള്ള മാസമാണിത്. ഈ മാസത്തിൽ ഒരു നന്മ ഒരാൾ ചെയ്താൽ ഇതര മാസങ്ങളിൽ ഒരു ഫർള് നിർവഹിച്ചതിന് സമാനമാണ്. ഒരു ഫർള് നിർവഹിച്ചാൽ ഇതര മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ചതിന് സമാനമാണ്. ക്ഷമയുടെ മാസമാണിത്. ക്ഷമയുടെ പ്രതിഫലമാവട്ടെ സ്വർഗവും. സഹവർത്തിത്വത്തിൻ്റെയും വിശ്വാസിയുടെ വിഭവങ്ങൾ വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അത് അവൻ്റെ ദോഷം പൊറുക്കാനും നരകമോചനത്തിനും കാരണമാകും. നോമ്പുകാരൻ്റെ പ്രതിഫലം ഒട്ടും ചുരുങ്ങാതെ അതിന് സമാനമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കും. ഈ മാസത്തിൻ്റെ ആദ്യഭാഗം കാരുണ്യത്തിൻ്റെയും, മധ്യഭാഗം പാപമോചനത്തിൻ്റെയും, അന്ത്യഭാഗം നരകമോചനത്തിൻ്റെയും സമയങ്ങളാണ്. ബൈഹഖി റിപ്പോർട്ട്. ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: എനിക്ക് മുമ്പുള്ള നബിമാർക്കൊന്നും തന്നെ നൽകപ്പെടാത്ത 5 കാര്യങ്ങൾ റമദാൻ മാസത്തിൽ എൻ്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. 1. റമദാനിൻ്റെ ആദ്യ രാത്രി സമാഗതമായാൽ അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തോടെ നോക്കും. ആ നോട്ടം കിട്ടിയാൽ പിന്നീട് ഒരിക്കലും അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. 2.
വൈകുന്നേരം നോമ്പുകാരൻ്റെ വായക്കുണ്ടാകുന്ന ഗന്ധം കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ വലിയ ഗുണമുള്ളതായി അള്ളാഹുവിൻ്റെ അടുക്കലെത്തും. 3. റമദാനിലെ ഓരോ ദിനവും മലക്കുകൾ നോമ്പുകാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. 4. അല്ലാഹു സ്വർഗത്തോട് ഇപ്രകാരം പ്രഖ്യാപിക്കും: എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ ഭംഗിയായി ഒരുങ്ങി തയ്യാറാവുക. 5. റമദാനിൻ്റെ അവസാന ദിനമായാൽ വ്യാപകമായ പാപമോചനം അല്ലാഹു നൽകും. ആ ദിനം ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടാണോ എന്നൊരാൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ല, ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി പൂർത്തിയാക്കുമ്പോഴാണല്ലോ കൂലി മുഴുവനായി നൽകാറുള്ളത്. ബൈഹഖി റിപ്പോർട്ട്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേളയിൽ നടത്തുന്ന പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഇബ്നു മാജ റിപ്പോർട്ട്. 6. ദുശ്ശീലങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഠിന പ്രയത്നം നടത്തുക. അമൂല്യമായ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പല ദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ടു പോയവരാണ് നാം. അലസത, പിന്നീടാവാം എന്ന ചിന്ത, അമിതമായ ഉറക്കം, നന്മയിലേക്ക് ക്ഷണിക്കാത്ത സഹവാസങ്ങൾ, നിയന്ത്രണമില്ലാത്ത ഫോൺ ഉപയോഗങ്ങൾ, അമിത ഭക്ഷണം തുടങ്ങിയ നന്മകളിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ആലോചിക്കുകയും അതിനെ മാറ്റിയെടുക്കാൻ അധ്വാനിക്കുകയും ചെയ്യുക. 7. ആത്മീയോന്നതിക്ക് അവസരമേകുന്ന കാര്യങ്ങളിലെല്ലാം പങ്കാളിയാവുക. നന്മകൾ വർദ്ധിക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും പ്രേരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ, ക്ലാസുകൾ, ദിക്റിൻ്റെ സദസ്സുകൾ തുടങ്ങിയവയിലെല്ലാം സാധ്യമാകും വിധം പങ്കുചേരുക. 8ാമത്തെ പോയിന്റ്, റമദാനിൻ്റെ ശേഷിപ്പുകളായി റമദാനിന് ശേഷവും തുടർന്നു പോകുന്ന നന്മകൾ, വിറുതുകൾ പരിശീലിക്കുക. ഇതര മാസങ്ങളെ അപേക്ഷിച്ച് റമദാനിൽ ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പലരും. അവ അപ്രകാരം തന്നെ റമദാനിനു ശേഷവും തുടരൽ പ്രയാസമാണെങ്കിലും റമദാൻ വിട പറയുന്നതോടെ അവ പൂർണ്ണമായും നമ്മിൽ നിന്ന് അസ്തമിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ചെറിയ രീതിയിലാണെങ്കിലും സ്ഥിരമായി തുടർന്നു പോകുന്ന നന്മകൾ അവശേഷിക്കണം. തഹജ്ജുദ്, റവാത്തിബ് നിസ്കാരങ്ങൾ, ദുഹ, ഫിത്ർ, ഖുർആൻ പാരായണം, ഇഅ്തികാഫ്, ജമാഅത്ത് നിസ്കാരം എന്നിവ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകരുത്. റമദാനിൽ പൂർവികർ സ്വീകരിച്ച ചര്യകൾ മനസ്സിലാക്കുക. ഇത് റമദാൻ കൂടുതൽ ഫലപ്രദമാക്കാൻ നമ്മെ സഹായിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ നോമ്പുകാരനായാൽ കളവുകൾ, മറ്റു തെറ്റുകൾ എന്നിവയിൽ നിന്ന് നിന്റെ കാഴ്ച, കേൾവി, നാവ് എന്നിവയും നോമ്പനുഷ്ഠിക്കട്ടെ. നോമ്പിൻ്റെ ഗാംഭീര്യവും അച്ചടക്കവും നിന്നിൽ പ്രകടമാവട്ടെ. നോമ്പ് സമയവും അല്ലാത്ത സമയവും ഒരിക്കലും ഒരുപോലെ ആകരുത്. മുസന്നഫ് ഇബ്നു അബി ഷൈബ. അനാവശ്യ സംസാരങ്ങൾക്കും നോട്ടങ്ങൾക്കും കാരണമാകുന്ന ചുറ്റിക്കറക്കങ്ങൾ, ഷോപ്പിങ്ങുകൾ എന്നിവയെല്ലാം റമദാനിൽ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നീ നോമ്പനുഷ്ഠിച്ചാൽ കഴിയുന്നത്ര സൂക്ഷ്മത പാലിക്കുക. ഇത് കേട്ട ശേഷം തുലീഖ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായാൽ നിസ്കാര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാറില്ല. സുന്നഫ്. അബുൽ മുതവക്കിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, നോമ്പുകാരായാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു. മുസന്നഫ്. അബ്ദുല്ലാഹിബ്നു അസദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു റമദാൻ ആഗതമായാൽ ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു. അവസാന 10 പ്രവേശിച്ചാൽ
അവരോട് സംസാരിക്കാൻ അല്പസമയം അല്ലാതെ ഞങ്ങൾക്ക് അവസരം ലഭിക്കാറില്ല. തബഖാത്തുൽ ഹനഫിയ, റമദാനിൽ മറ്റെല്ലാം ഒഴിവാക്കി ഖുർആൻ പാരായണത്തിൽ മാത്രം കഴിഞ്ഞുകൂടിയ അനേകം മഹാന്മാരുണ്ട്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ അവരിൽ ചിലരാണ്. പോയിന്റ് നമ്പർ 10, നോമ്പിൻ്റെ പ്രതിഫലം ഇരട്ടിയാക്കുക. സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട റമദാനിൻ്റെ മഹത്വം വിവരിച്ചുകൊണ്ടുള്ള ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നും ഒട്ടും ചുരുങ്ങാതെ അതിന് തത്തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കുന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങളിൽ എല്ലാവരും ഇപ്രകാരം നോമ്പ് തുറപ്പിക്കാൻ സാധിക്കുന്നവരല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാരക്ക കൊണ്ടോ ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ പാൽ കൊണ്ടോ നോമ്പ് തുറപ്പിച്ചവനും ഈ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ബൈഹഖി ശുഅബുൽ ഈമാൻ, പോയിന്റ് നമ്പർ 11, റമദാൻ എത്തിയതിൽ സന്തോഷമുണ്ടാക്കുക. റമദാൻ എത്തിയതിൽ സന്തോഷമുണ്ടാകുന്നതോടൊപ്പം അതിൻ്റെ ഗാംഭീര്യം നമ്മുടെ ജീവിത ചിട്ടകളിൽ പ്രകടമാക്കുക. അത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്കിന് വേണ്ടി ദുആ നടത്തുകയും ചെയ്യുക. റമദാൻ സമാഗതമായാൽ നോമ്പിന് തടസ്സമാകുന്ന രോഗമോ മറ്റു പ്രതിബന്ധങ്ങളോ ഇല്ലാതെ റമദാനിനെ സുരക്ഷിതമാക്കി തരാനും റമദാനിൻ്റെ ആദരവിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും വേണ്ടിയുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നസാഇ റിപ്പോർട്ട്. പോയിന്റ് നമ്പർ 12, തുടക്കം ഉജ്ജ്വലമാക്കുക. ഏതൊരു കാര്യത്തിൻ്റെയും ആരംഭം ഗംഭീരമാകുന്നത് അതിൻ്റെ പര്യവസാനം ഉന്നതമായിരിക്കുമെന്നതിൻ്റെ സൂചനയാണ്. ഇമാം ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളുടെ തുടക്കം ശോഭനമായാൽ അന്ത്യം തിളക്കമുറ്റതായിരിക്കും. അൽ ഹിക്ം